ഹായ് നമസ്കാരം. ആറാട്ടുപുഴ പൂരത്തിൻ്റെ വിശേഷങ്ങളാണ്. അമ്പലം നല്ല LED ലൈറ്റുകൾ കൊണ്ടൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ടുള്ളൊരു ആനപ്പന്തലാണ് കാണുന്നത്. പൂരത്തിന് വേണ്ട ചമയങ്ങൾ ഇറക്കുന്നു. ഇത് തറക്കൽ പൂര ദിവസം വൈകുന്നേരമാണ്. ഈ കാണുന്നത് വെടിക്കെട്ട് സജ്ജീകരണങ്ങളാണ്. ഇത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ പുറത്ത് കയറി ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളുന്നതാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടപ്പറനിറക്കലാണ് ഉണ്ടാവുക. ആറാട്ടുപുഴ പൂരത്തിൻ്റെ തലേ ദിവസമാണ് തറക്കൽ പൂരം നടക്കുന്നത്. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ തന്നെയാണ് ഈ തറക്കൽ പൂരം നടക്കുന്നത്. ഗംഭീര കാഴ്ച വരുന്നൊരുക്കുന്ന ഒരു പൂരമാണിത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പോയി കാണേണ്ടതാണ് കേട്ടോ. ആറാട്ടുപുഴ പൂരം രാത്രി 7 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം 11 മണിക്കാണ് പൂരം അവസാനിക്കുക. പൂരത്തിന് കുറേ ദേവീദേവന്മാർ വന്ന് പങ്കെടുക്കും. ആന നിരന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയുടെ മുന്നിൽ കൂട്ടപ്പറനിറക്കൽ എന്നുള്ള ആ ചടങ്ങുണ്ട്. ആ ചടങ്ങാണ് ഈ കാണുന്നത്. ആനയുടെ മുന്നിൽ കൂട്ടപ്പറനിറക്കൽ നടക്കുമ്പോൾ ഇതിൻ്റെ പിൻവശത്തായിട്ട് ഗംഭീരമായിട്ടുള്ള പാണ്ടിമേളം കാണാനും കേൾക്കാനും സാധിക്കും. പതിനൊന്നര മണിക്ക് കരിമരുന്ന് പ്രയോഗം ഉണ്ടായിരുന്നു. അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു വെടിക്കെട്ട് തന്നെ ആയിരുന്നു. ആറാട്ടുപുഴ പൂര ദിവസം ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളിയതാണ് ഈ കാണുന്നത്. ജനസാഗരങ്ങൾ തിങ്ങി നിറഞ്ഞൊരു ഫ്രെയിമാണ് ഈ കാണുന്നത്. ആനയും മേളവും ജനങ്ങളും അതുപോലെ തന്നെ രാത്രിയുമാണ് പൂരം നടക്കുന്നത്. മേളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറാട്ടുപുഴ ശാസ്താവ് 7 കണ്ടം വരെ നടന്നു ചെന്നിട്ട് തൃപ്പയാർ തേവർ വന്നിട്ടുണ്ടോ എന്ന് നോക്കും. അതിനുശേഷം തിരിച്ചു വന്നിട്ട് ആറാട്ടുപുഴ ശാസ്താവ് ആറാട്ടുപുഴ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിട്ട് നിൽക്കും. തൃപ്രയാർ തേവരെ ഗുരുസ്ഥാനീയനായ ആറാട്ടുപുഴ ശാസ്താവിനെ കാണാൻ വരുന്നതാണ് ആറാട്ടുപുഴ പൂരം. ഇതാണ് തൃപ്രയാർ തേവർ നിൽക്കുന്ന ആനപ്പന്തൽ. പിറ്റേ ദിവസം പുലർച്ചെ തൃപ്രയാർ തേവർ വന്നതിന് ശേഷം തൃപ്രയാർ തേവർക്കൊപ്പം നിൽക്കുന്ന ദേവീദേവന്മാരാണ് ഈ കാണുന്നത്. ഈ കൂട്ടെഴുന്നള്ളിപ്പിനെയാണ് ദേവസംഗമം അല്ലെങ്കിൽ വൈകുണ്ഠ ദർശനം എന്നൊക്കെ പറയുന്നത്. വൈകുണ്ഠ ദർശനം എന്ന് പറയാനുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലുമംഗലം സ്വാമിയാർ ഒരു ദിവസം വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴാൻ പോയി. വൈകുന്നേരമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ നട അടഞ്ഞു കിടക്കുകയായിരുന്നു. കാരണം അന്വേഷിച്ചപ്പോൾ വടക്കുന്നാഥൻ തന്നെ അവിടെ പ്രത്യക്ഷനാവുകയാണ് ചെയ്തത്. വില്ലുമംഗലത്തിന് സന്തോഷം തോന്നി. വില്ലുമംഗലം എന്ത് ചെയ്തു? മഹാദേവൻ്റെ കാലിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. മഹാദേവൻ എന്ത് പറഞ്ഞു? ഇന്ന് ആറാട്ടുപുഴ പൂരം നടക്കുന്ന ദിവസമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന്, നമുക്ക് അവിടെ സംഗമിക്കാമെന്ന് മഹാദേവൻ പറയുകയും മഹാദേവൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. വില്ലുമംഗലം സ്വാമിയാർ എന്ത് ചെയ്തു? ഈ പൂരം കാണാൻ അവിടെ പോവുകയും ചെയ്തു. ഇന്ന് കാണുന്ന വില്ലൂനിത്തറയിലിരുന്നിട്ട് പൂരം കാണുകയും അദ്ദേഹം ഒരുപാട് ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിയതുകൊണ്ട് തന്നെ വില്ലുമംഗലത്തിന് ഈ പൂരക്കാഴ്ചകളിൽ വലിയ പ്രത്യേകതയൊന്നും തോന്നിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദിവ്യനേത്രങ്ങൾ കൊണ്ട് കൂട്ടെഴുന്നള്ളിപ്പിൽ വൈകുണ്ഠത്തിലെ മഹാവിഷ്ണുവിനെ അദ്ദേഹം ദർശിച്ചു. വില്ലുമംഗലത്തിന് അത്ഭുതം തോന്നി. ഇരുന്ന ഇരിപ്പിൽ 2 കൈകൊണ്ട് മണ്ണ് വാരി ശിരസിലിട്ടു. എന്നിട്ട് വില്ലുമംഗലം പറഞ്ഞു ആറാട്ടുപുഴ ഒരു പരിപാവനമായ ഭൂമിയാണെന്നും കൂട്ടെഴുന്നള്ളിപ്പ് സമയത്ത് തേവരെ വലം വെച്ച് തൊഴുകുന്നത് മോക്ഷപ്രദായകമാണെന്നും അദ്ദേഹം പ്രവചിച്ചു. ഇന്നും അവിടെയുള്ള ഭക്തർ പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് വൈകുണ്ഠ ദർശനം കാണുകയും തേവരെ തൊഴുത് വലം വയ്ക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ ഗോൾഡ് റിച്ചസ്റ്റായ ദേവനാര നമ്മുടെ പത്മനാഭസ്വാമിയാണ്. എന്നാൽ ദേവി ചിലപ്പോൾ ഊരകത്തമ്മ തിരുവടിയാവാം. കാരണം എന്താ അറിയോ? പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ കൊടയിൽ മൊത്തം സ്വർണ്ണമായിരിക്കും. അതേപോലെ തിടമ്പിലും സ്വർണ്ണമായിരിക്കും. ഊരകത്തമ്മ തിരുവടിയുടെ കോലവും തിടമ്പിലെ മാലയും ആ കുടയിൽ തൂങ്ങിക്കിടക്കുന്നതുമെല്ലാം സ്വർണ്ണമാണ്. ഇത്രയും സ്വർണ്ണമായിട്ടാണ് പുറത്തേക്ക് എഴുന്നള്ളുന്നത്. ആ മാറ്റം കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ദേവൻ്റെ തിടമ്പും കൊടയും ശ്രദ്ധിച്ചാൽ മതി. ആ കുടയിൽ ഇതുപോലെ ഗോൾഡ് തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല.
ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ഒരേ ഒരു ദേവിക്കാണ് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നത്. അത് ഈ ഊരകത്തമ്മ തിരുവടിയാണ്. തേവരും ഊരകത്തമ്മ തിരുവടിയും ആറാട്ട് കഴിഞ്ഞ് പുഴയിൽ നിന്നും കയറി ക്ഷേത്രത്തിലേക്ക് വരുന്നതാണ്. ആറാട്ട് സമയത്ത് ഒരുപാട് ഭക്തർ ഒപ്പം ആറാട്ട് മുങ്ങുന്നുണ്ട്. ചേർപ്പ് ഭഗവതിയുടെ ഉപചാരം ചൊല്ലലാണ് ഈ കാണുന്നത്. ശാസ്താവ് 5 പ്രാവശ്യം ഉപചാരം ചൊല്ലിയിട്ടാണ് തിരിച്ചു വരാറുള്ളത്. ചേർപ്പ് ഭഗവതി പോയതിനു ശേഷം ശാസ്താവ് തിരിച്ചു വന്ന് ആനപ്പന്തലിൽ നിൽക്കും. ശാസ്താവ് തിരിച്ച് ആനപ്പന്തലിലേക്ക് വരുന്നതാണ് ഈ കാണുന്നത്. ഇതുപോലെ അടുത്തത് ഊരകത്തമ്മ തിരുവടിയെ ഉപചാരം ചൊല്ലലാണ്. ശാസ്താവ് ഇതുപോലെ വന്ന് നിന്നിട്ട് ഉപചാരം ചൊല്ലി തിരിച്ച് ആനപ്പന്തലിൽ തന്നെ പോയി നിൽക്കും. ഈ ഉപചാരം ചൊല്ലുന്ന ഇടയിൽ ഒരു രസകരമായൊരു സംഭവം ഉണ്ടായി. ഒരു ചേച്ചി ഒരു കമൻറ്റ് പറഞ്ഞതാണ്, മുതൽ പോകുന്നത് കണ്ടോ, ഇനി അടുത്ത കൊല്ലല്ലേ കാണാൻ പറ്റുള്ളൂ. തൃശ്ശൂർ ഭാഷയിലാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത കൊല്ലത്തെ പൂരത്തിൻ്റെ കാത്തിരിപ്പാണ് അവർക്ക്. ആ ഗ്രാമത്തിലെ ഓരോ ജനങ്ങളുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അവിടുത്തെ പൂരം എന്ന് പറയുന്നത്. ചടങ്ങുകൾ കുറേ ഉണ്ടെങ്കിലും രാത്രിയായാലും പകലായാലും അതിലെല്ലാം പങ്കെടുക്കുന്നവരാണവർ. തൃപ്രാർ തേവരാണ് ശാസ്താവിനെ വലം വെച്ച് പുറത്തേക്ക് വരുന്നത്. ഏകദേശം 11 മണിയായപ്പോഴും തൃപ്രാർ തേവർ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് എഴുന്നള്ളതാണ്. ആറാട്ടുപുഴ ശാസ്താവും തൃപ്രാർ തേവരും കൂടി ഉപചാരം ചൊല്ലുന്നതാണ്. 7 കണ്ടം വരെ ചെന്നിട്ട് ശാസ്താവ് ഉപചാരം ചൊല്ലിയിട്ടാണ് തൃപ്രാർ തേവരെ അവിടുന്ന് പറഞ്ഞയക്കുക. അത് കഴിഞ്ഞ പൂരം വിളംബരം, അടുത്ത കൊല്ലത്തെ പൂരം വിളംബരം ചെയ്യുന്നതാണ് ഈ കാണുന്നത്. 7ാമത്തെ ഉപചാരം ചൊല്ലിയതിന് ശേഷം തൃപ്രാർ തേവരുടെ ശാസ്താവിൻ്റെ നടുക്കിൽ നിന്നിട്ടാണ് ഈ പൂരം വിളംബരം നടത്തുക. 1444ാമത്തെ പൂരാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്നത്. 1201 ആണ്ട് മീനമാസം 16-ാം തീയതി ആറാട്ടുപുഴ പൂരം. 1201 ആണ്ട് മീനമാസം 16-ാം തീയതി ആറാട്ടുപുഴ പൂരം. അത്രയും പഴക്കം ചെന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം. പൂരങ്ങളുടെ മാതാവ് എന്നാണ് ആറാട്ടുപുഴ പൂരത്തിനെ വിശേഷിപ്പിക്കുന്നത്. ശാസ്താവിൻ്റെ തുമ്പിക്കൈയും തൃപ്രാർ തേവരുടെ വാലും കൂട്ടിപ്പിടിച്ചിട്ട് അടുത്ത കൊല്ലം കാണാം എന്നും പറഞ്ഞിട്ട് അവർ പിരിയുകയാണ്. ശാസ്താവ് തേവര് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. തേവര് നേരെ തൃപ്രാറിലേക്ക് പോകുന്നതാണ് ഈ കാണുന്നത്. ഇനി അടുത്ത കൊല്ലത്തെ പൂരത്തിൻ്റെ കാത്തിരിപ്പാണ്. അപ്പോൾ ഇനി ആരും മറക്കണ്ട, അടുത്ത കൊല്ലത്തെ പൂരം മാർച്ച് 30 തിങ്കളാഴ്ചയാണ്. വിശേഷങ്ങൾ തീരുന്നില്ല. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.